ഇനി മുഖ്യമന്ത്രിയും ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള AI ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യന്റെ വീട്ടിൽ പോലീസ് പരിശോധന. പിന്നാലെ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട്. ശ്യാമപ്രസാദ്, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ ചോദ്യം തന്നെ, ഈ മുഖ്യമന്ത്രിയും ഈ സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചിത്രം അത് AI തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചോ? ഒപ്പം ഈ സുബ്രഹ്മണ്യൻ പറയുന്ന വിശദീകരണം എന്താണ്? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്? മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള AI ഫോട്ടോ വിവാദം പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ തന്നെ ഉറപ്പിച്ചത് AI ഫോട്ടോയാണെന്നുള്ള ഒരു ചിത്രമാണെന്നും ഇത്തരത്തിലുള്ള വാദം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ N ശ്രീകുമാറിനെതിരെ പോലീസ് നടപടി കടുപ്പിച്ചത്. പ്രധാനമായും ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ ഈ കുരുട്ടൂരിലെ വീട്ടിലെത്തി N ശ്രീകുമാറിൻ്റെ വീട്ടിലെത്തി പോലീസ് പരിശോധന നടത്തിയതിനു ശേഷം പരിശോധന നടപടികൾ പൂർത്തിയാക്കി കസ്റ്റഡിയിലെടുത്തതായി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇദ്ദേഹത്തെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ചേവായൂർ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ 2 വകുപ്പുകൾ പ്രകാരമാണ്. ഒന്ന് KP ആക്ട് 120 പ്രകാരവും ഒപ്പം തന്നെ 192 192 പ്രകാരവും ഉള്ള ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ N ശ്രീകുമാറിനെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. രാവിലെയോടുകൂടി തന്നെ ആയിരുന്നു 6 മണിയോടുകൂടി തന്നെ ആയിരുന്നു പോലീസ് സംഘം N ശ്രീകുമാറിന്റെ വീട്ടിലെത്തി പരിശോധനകൾ നടത്തുകയും ഒപ്പം തന്നെ കസ്റ്റഡിയിലെടുക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തത്. ഇതിനുശേഷം അദ്ദേഹത്തെ കൊണ്ടുള്ള ചേവായൂർ പോലീസ് സംഘത്തിന്റെ വാഹനം അല്പസമയത്തിനകം തന്നെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്ന് അന്വേഷണ സംഘം തിരിച്ചതായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഫോട്ടോ വിവാദം, അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ പാരഡി പാട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോട്ടോ വിവാദം കൂടി പിടിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനായിട്ടുള്ള ഒരു തലയൂരൽ ശ്രമത്തിന്റെ ഭാഗമെന്നോണം തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമായും അതായത് ഓഗസ്റ്റ് 20-നാണ് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഒരു ആംബുലൻസ് കൈമാറ്റ ചടങ്ങിനുണ്ടായ ഒരു ഫോട്ടോ. ആ ഫോട്ടോ പിന്നീട് AI ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച് ഇത്തരത്തിൽ N ശ്രീകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പോലീസും ഉയർത്തുന്ന വാദം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുഖ്യമന്ത്രിയുടെയും ഫോട്ടോ വിവാദത്തിന് പിന്നാലെ രാവിലെയോടുകൂടി തന്നെ N ശ്രീകുമാർ ഇത് പ്രചരിപ്പിച്ച KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ N ശ്രീകുമാറിന്റെ വീട്ടിൽ പോലീസ് സംഘം പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം, അതായത് ഈ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം N ശ്രീകുമാറിനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും കാര്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രിയും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള AI ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഈ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അറസ്റ്റിലേക്കുള്ള നീക്കമെന്നാണ് നമ്മുടെ പ്രതിനിധി പങ്കുവച്ചത്.